അന്നും ഇന്നൊക്കെ ഒരേപോലെ എത്ര വലുതായാലും ഒരേപോലെ നിൽക്കുന്ന ഒരാള്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ദ്രൻസിൽ തന്നെയാ തോന്നുന്നത്. വേറെ ആരും എനിക്കങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ ഇല്ല. എല്ലാവരിലും മാറ്റങ്ങളുണ്ട്. ഓക്കെ. ഈ എനിക്ക് മാറ്റമില്ല എന്തായാലും. അതെനിക്കറിയാം. കാരണം ആദ്യം തുടക്കം തൊട്ട് എങ്ങനെ ഇപ്പോഴും ഞാൻ അതേപോലെ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിജയമാണതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നും ഒരേപോലെ എന്നും നിൽക്കാനും. ഒരേപോലെ. അല്ലാതെ നമുക്ക് കുറേ സിനിമയുള്ള സമയത്ത് നമുക്കൊരു സ്വഭാവം, അത് കഴിഞ്ഞ് സിനിമ കുറയുമ്പോൾ നമുക്ക് വേറൊരു സ്വഭാവം. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ഞാൻ എൻ്റെ ജീവിത രീതി ഒരിക്കലും മാറ്റിയിട്ടില്ല. ഇല്ല. ഈ വലിയ ലക്ഷറി അതിനോടൊന്നും വലിയ ഭ്രമം വന്നിട്ടില്ല. ഇല്ല, ലക്ഷറി ലൈഫ് ഇല്ല. എനിക്ക് എനിക്ക് പറ്റുന്ന സംഭവങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ആവശ്യത്തിനുള്ള മാത്രം. ആവശ്യത്തിനുള്ള. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിച്ചിട്ടില്ല. എൻ്റെ ആവശ്യം പലർക്കും എന്താണ്? പറ്റാത്ത കാര്യമാണ്. അതെ. എൻ്റെ ആവശ്യം എന്താണ്? അതേ ഞാൻ ചെയ്യും. അല്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കടബാധ്യതയിൽ പോവും. നമുക്ക് വണ്ടി എന്താണ്? നമുക്ക് അടക്കാൻ പറ്റുന്ന എന്താണ്? അത് നോക്കിയിട്ട് വണ്ടി മേടിക്കുക. നമുക്ക് വേണ്ട വീട് എന്താണ്? അത് അതിനനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. ഈ നമ്മളിപ്പോ ഇന്ദ്രൻ ചേട്ടന്റെ പറഞ്ഞല്ലോ. ഉം. പല നടന്മാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരും. ഞാൻ എടുത്തു പറയാം നടന്മാർക്ക്. ഉം. ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ നമ്മൾ കാണുന്നു. ബാബുരാജ് ചേട്ടൻ നമ്മൾ കാണുന്നു. സുരാജ് ചേട്ടൻ. ഇപ്പം ജഗദീഷ് ചേട്ടൻ ഒരു സമയത്ത് നിറഞ്ഞു വന്നിട്ട് പിന്നീട് ഫീൽഡിൽ നിന്നേ മാറി ടെലിവിഷനിലേക്ക് മാറിയിട്ട് വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ കരിയർ ഇപ്പം വളരെ മാറി വേറെ തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മളൊരു ആക്ട്രസിനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപൂർവമായിട്ട് ഇപ്പം ഒരു ഗ്യാപ്പ് കണ്ട് തിരിച്ചു വന്ന ഒരു മഞ്ജു വാര്യരോ ഒരു ശോഭനയോ അല്ലെങ്കിൽ ഒരു ഉർവശി മാമോ ഒക്കെ പറയാന്നുള്ളതിനപ്പുറം ഇതുപോലെ ഒരു ചെറിയ വേഷങ്ങളിൽ നിൽക്കുന്ന കോമഡി ചെയ്തിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് കരിയർ തിരിഞ്ഞ് അത്ഭുതം സൃഷ്ടിച്ച ഒരു നടിമാരെ നമുക്ക് അങ്ങനെ നടിമാരുടെ കരിയറിൽ അങ്ങനെ ഉണ്ടാകുന്ന വളരെ കുറവാണ്. വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അത്? എന്നാൽ ഈക്വലി ടാലന്റഡ് മുകളിൽ അതെ, ടാലന്റ് ഉള്ള അതെ. വ്യക്തികളാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. പക്ഷേ ആം, നടികള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഷൂട്ടിങ്ങിന് ചെല്ലുകാന്ന് വിചാരിച്ചോളൂ. അവിടെ ഒരു ഒരു സ്ക്രിപ്റ്റ് കിട്ടി. നമ്മൾ കോമ്പിനേഷൻ വേറെ ആൾക്കാരായിട്ടുണ്ട്. പക്ഷെ അവരതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യില്ല. മേക്കപ്പിൽ മാത്രം ഇംപ്രവൈസ് കൂടുതൽ ചെയ്യാനുള്ള ഡിസ്കഷൻ മേക്കപ്പിൽ ഒന്നുമില്ല. മാത്രം ശ്രദ്ധിക്കുന്നത്. ഇപ്പത്തെ അല്ലട്ടോ. നമ്മുടെ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ മാത്രം ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ പോയി അത് ടച്ചപ്പ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ഒരു ചർച്ച ചെയ്യില്ല. അങ്ങനത്തെ വർത്തമാനം ഇതാണ് ആണുങ്ങൾ അങ്ങനെയല്ല. നടന്മാരങ്ങനെയല്ല. അവരവരെ റോള് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അതെങ്ങനെ കൂടുതൽ ഞാൻ എന്ത് പൊലിപ്പിക്കാം. ചെയ്യണം? നീ അങ്ങനെ പറഞ്ഞാ ഞാനിങ്ങനെ പറയണം. അപ്പൊ നീ അങ്ങനെ പറയണം. ഇതവര് ചർച്ച ചെയ്യും അവര്. അതവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റോളുകൾ കണ്ടെത്താനാണെങ്കിലും വേറെ ഇതിലേക്ക് പോകാനും നടന്മാരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഒതുങ്ങി കൂടാത്ത ലേഡി ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ആ അല്ലേ? അതായിരിക്കാനാ ചാൻസ്. ഓക്കെ. ഈ മക്കൾക്ക് സിനിമയിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് പറയാറൊന്നുമില്ലേ? മോന് ഒരു സിനിമ സംവിധാനം ചെയ്താണ്. ആ. മറാഠി സിനിമയാണ് ആദ്യം സംവിധാനം ചെയ്തത്. ഇപ്പോൾ ആഡ് ഫിലിംസ് ഒക്കെയാണ് അവൻ ശരി. ചെയ്യുന്നത് ബാംഗ്ലൂര്. മലയാള സിനിമയിലേക്ക് അങ്ങനെ മലയാളത്തിലേക്ക് അവൻ വന്നിട്ടില്ല. മലയാളത്തിലേക്ക് വരാൻ അവൻ ആദ്യം പഠിക്കുന്ന സമയത്ത് അവൻ ഇതുപോലെ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടായി. സംവിധാനം പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. ആളുടെ ഡയറക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് പോണം. കൂടെ ഒന്ന് വർക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു സംവിധായകനോട് പറയുമോ എന്ന് ചോദിച്ചു. എനിക്ക് നല്ല അടുപ്പമുള്ള ഒരു സംവിധായകനെ ഞാൻ വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോനിങ്ങനെ വരണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ പഠിക്കുകയല്ലേ. അപ്പം പഠിക്കുകയാണ്. അപ്പോൾ അതിനിടക്കാണ് വരണം എന്ന് പറയണത്. അവൻ പഠിക്കട്ടെ. അത് ഇപ്പോൾ സിനിമയിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എത്ര ആൾക്കാരാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോനോട് പറഞ്ഞു മോനെ വിട്ടേക്ക്. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട. അത് ഇനി ചോദിക്കണ്ട, ആരോടും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ജേർണലിസമാണ് അവൻ പഠിച്ചിരുന്നത്. അങ്ങനെ അപ്പം പിന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഏത് സിനിമ? എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഏത് സിനിമ? ആരാ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ ഞാൻ തന്നെ. നീയോ? നിനക്ക് എവിടെ പൈസ? ഇതൊക്കെ മമ്മ ഞെട്ടിപ്പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ നീ തമാശ പറയല്ലേ. നീ വെറുതെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചോ. ഞാൻ ഭയങ്കര നിരുത്സാഹപ്പെടുത്തി അവനെ. ആ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ പിന്നെ അവനൊന്നും പറയാതെയായി എൻ്റെ അടുത്ത്. ഓക്കെ. എനിക്ക് പിന്നെ ഒന്നും പറയാതെയായി. അപ്പം വാതിലടച്ച് പലപ്പോഴും ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നീ എന്ത് വാതിലടച്ചിരിക്കുന്ന, വാതിൽ തുറക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത്. പിന്നെ ഒരിക്കൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കാണിക്കൂല. കൊണ്ടുപോയി വിളിച്ചു വെക്കും. ഞാൻ പറയും ഇവൻ എന്ത് ദുരൂഹത എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പിന്നെ
ഒരു സിനിമ ഷൂട്ടിങ് നിശ്ചയിച്ചു. ആ. ഞാൻ പറഞ്ഞു എത്ര രൂപ ഉണ്ട് നിന്റെ അടുത്ത്? പൈസയൊക്കെ കുറവാ, 65,000 രൂപ ഉണ്ട്. ഞാൻ 65,000 രൂപയുടെ സിനിമയോ, ആ. നീ എന്ത് പൊട്ടത്തരം പറയുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ ഇവര് ഫ്രണ്ട്സ് എല്ലാം കൂടി കൂടി ബോംബെ പൂനെയിലേക്ക് ഇവിടെ പോയി. അങ്ങനെ പോയി ഒരു സിനിമ ചെയ്യുകയാണ്. സിനിമ ചെയ്ത് തിരിച്ചു വന്നു. എഡിറ്റിംഗ് ഒക്കെ ഇവര് ചെയ്യുന്നുണ്ട്. ഞാനത് കളിയാക്കി. അപ്പോഴും ഞാൻ ഇത് നടക്കില്ല, വല്ല ഷോർട്ട് ഫിലിം എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാനിങ്ങനെ ഇങ്ങനെ ന്യൂസ് കാണുകയാണ്. അപ്പണ്ട് മലയാളത്തിലെ 22 ഒരു ഫെസ്റ്റിവലിന്, പൂന ഫെസ്റ്റിവലിന് മലയാളത്തിൽ 22കാരൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് നിതിൻ അനിൽ. ഞാൻ ഞെട്ടിപ്പ്, എനിക്ക് കരഞ്ഞു പോയി ഞാൻ സത്യത്തിൽ കേട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തിയല്ലോ. അപ്പൊ തന്നെ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, മോനെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം. അത് ഭയങ്കര വൈറലായിരുന്നു. അത് ശരിക്കും എനിക്കിപ്പോഴും അത് അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നുള്ള. അത് ആളുടെ ഉള്ളിലെ പാഷനാണ് ആ സിനിമ പുറത്തു വന്നത്. അതെ, ഇനി അവന് നന്നായിട്ട് എഴുതും. ഇപ്പം മൂത്ത ആളും എഴുതും. ഇപ്പൊ അവനൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ അതെ അതെ, രണ്ടുപേരും. അതിൽ ചേച്ചിക്ക് തന്നെ അഭിനയിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. ഞാൻ പറയും എനിക്ക് നല്ല റോള് തരണം. പ്രൗഡല്ലേ? അതെ. അയ്യോ, അല്ല, ഞങ്ങൾ വിമർശിക്കലും ഞങ്ങൾ പരസ്പരം ഞങ്ങൾ തന്നെ. എന്നിട്ട് ഈ ചുമ്മാ രസമായിട്ട് ചോദിക്കുന്ന ആ തിരക്കാണ് വരണ്ടെന്ന് പറഞ്ഞ സംവിധായകന് ഇതിന്റെ പോസ്റ്റർ കൊല്ലം അയച്ചു കൊടുത്തു ചേച്ചി? ഇല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനതൊന്നും ഓർക്കാറില്ല, ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ അതൊന്നും നമ്മളെ സംബന്ധിച്ചൊന്നും വലിയ പ്രശ്നമല്ല. ഓരോരുത്തർ അങ്ങനെ ഉണ്ടാവും. കൂടുതലും ഫ്രണ്ട്സ് ഔട്ട്സൈഡ് സിനിമയാണല്ലേ? നല്ല സുഹൃത്തുക്കൾ എപ്പോഴും അങ്ങനെ. ഇപ്പൊ സിനിമയിലുള്ള സുഹൃത്തുക്കളും ഉണ്ട്, അല്ല പക്ഷെ എങ്കിലും പുറത്തുള്ളവരുണ്ട്. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാം തുറന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്കില്ല. അങ്ങനെയില്ല. അത് എനിക്ക് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദ്യം അതാണ്. അപ്പൊ ഈ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണ ആരോടെങ്കിലും നമുക്ക് എനിക്ക് ഞാൻ മക്കളോട് സംസാരിക്കാം. മക്കളോട് പറയാൻ പറ്റാത്ത കാര്യം ഉണ്ടാവൂല നമുക്ക്. ആ കാര്യം ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നോട് തന്നെ സംസാരിക്കും. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സൗഹൃദം എന്നുള്ളൊരു സാധനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാനൊരു നല്ല കേൾവിക്കാരിയാണ്. അപ്പോൾ എനിക്ക് നല്ല സുഹൃത്തുക്കൾ അവർ പറയുന്നത് കേൾക്കുന്നല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയൽ വളരെ കുറവാണ്. ഈ സ്വയം സംസാരിക്കാന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ബാലൻസിങ് ഒക്കെ എങ്ങനെയാ നടക്കുന്നത് അതില്? ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഈ കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് കരയുമായിരുന്നു. എനിക്ക് പറയാനുള്ള മൊത്തം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ കരയുമായിരുന്നു. ഇപ്പം അത് കുറേ മാറ്റമുണ്ട്. കരച്ചിൽ വളരെ കുറവാണിപ്പോൾ. അങ്ങനെ വിഷമിച്ച് കരയുക, ദുഃഖിച്ചിരിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ കരയും. പക്ഷെ ആരുടെയും മുന്നിൽ നിന്ന് കരയാൻ എനിക്കിപ്പോഴും ഇഷ്ടമല്ല. വളരെ അപൂർവമായിട്ട് ഞാൻ കരഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ എൻ്റെ മക്കള്. നമ്മൾ പിന്നെ മക്കളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. മറ്റൊരാളുടെ മുന്നിൽ നമ്മളുടെ കണ്ണുനീരിന് വില തരാത്ത ഒരാളുടെ മുന്നിലും കരയരുത്. ഭയങ്കര സ്ട്രോങ് പോയിന്റ്. അത് കാര്യമില്ല. നമ്മളൊരു സുഹൃത്താണെങ്കിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് ആരും നമ്മളെ ഒഴിവാക്കുന്നു, അതിൻ്റെ മുന്നേ നമ്മളവരെ ഒഴിവാക്കണം. അല്ലാതെ നമ്മളതിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യമല്ല. പിടിച്ചു വാങ്ങാൻ പറ്റില്ല ഒരിക്കലും. ഒരു സാധനം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അവരൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രണയം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വിട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മറ്റേ ആൾ വിട്ടുപോയി. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്, ഇതാദ്യം നിർത്തണം. ഈ കാണുന്നതും വായിക്കുന്നതും അയാൾ ഒരിക്കലും വായിക്കലുണ്ടാവില്ല. വേണ്ടാന്ന് വെച്ച് പോയ ആൾക്കാർ നോക്കില്ലത്. ആര് കണ്ടാലും അത് മൈൻഡ് ചെയ്യാതെ പോവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ വിട്ടുപോയ ആൾക്കാരെ വിട്ടുകൊടുക്കുക.